നമസ്കാരം. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാ മലയാളികളുടെ കണ്ണുകളും കഴിഞ്ഞ കുറേ ദിവസമായി നിലമ്പൂരാണ്. ഇപ്പോഴും നിലമ്പൂരിൽ തന്നെയാണ്. എന്നാൽ നിലമ്പൂരിലെ ആകാംക്ഷ ഏതാണ്ട് തീർന്നു തുടങ്ങുകയാണ്. നിലമ്പൂരിലെ ഒന്നാമത്തെ പ്രശ്നം അൻവറായിരുന്നു. PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി വന്ന് ഇടതുപക്ഷത്തിന് നിലമ്പൂർ സീറ്റ് നേടിക്കൊടുത്ത അൻവർ തന്നെ ഒടുവിൽ ഇടതുപക്ഷത്തിനും CPM-നും കേരള ഭരണകൂടത്തിനും എതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യന്തം തീവ്രവും ഹീനവുമായ പ്രചാരവേലയാണ് നിലമ്പൂർ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. വേറൊന്ന്, പിണറായി വിജയൻ്റെ രണ്ടാം ഗവൺമെൻറ് പൂർത്തിയാകുമ്പോൾ നടക്കുന്ന ഒരുപക്ഷെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2026 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ ആ ഭാവിക്ക് ഒരു ഡോസ് കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ. ആ പ്രാധാന്യമൊക്കെ നിലമ്പൂരിനുണ്ട്. പക്ഷേ അൻവർ ഫാക്ടർ ഏതാണ്ട് തീരുമാനമായി എന്ന് തോന്നുന്നു. അൻവറിന് കോൺഗ്രസിൽ ചേരാനാണ് താല്പര്യം, നേരെ പറഞ്ഞാൽ. എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ. അദ്ദേഹം പണ്ട് കോൺഗ്രസ് ആയിരുന്നതുകൊണ്ടാവാം, അദ്ദേഹത്തിൻ്റെ കുടുംബം പാരമ്പര്യമായി കോൺഗ്രസ് ആയിരുന്നതുകൊണ്ട് അവരുടെയൊക്കെ രാപ്പനി മുഴുവനും ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാവാം. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് തൊട്ട് അദ്ദേഹത്തിൻ്റെ ഈ അൻവറിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം കോൺഗ്രസ്സിൽ അദ്ദേഹം സ്വീകാര്യനല്ലാതെ വന്നു. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് LDF ആയിരുന്നു സുരക്ഷിതമായ താവളം. പക്ഷേ LDF-നോടും CPIM-നകത്തെ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹായികളായ ഏറ്റവും വിശ്വസ്തരായ ചില ഉദ്യോഗസ്ഥന്മാരെയും ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രചാരണം തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് UDF അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. UDF-ലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റെന്താണ് വഴി എന്നാലോചിച്ച് നടന്നപ്പോഴാണ് അദ്ദേഹം DMK വഴിയും ഒക്കെ ഇപ്പോൾ ഒടുവിൽ TMC വഴിയും ഒക്കെ UDF-ലേക്ക് ഒരു പാലം പണിയാം എന്ന് തോന്നിയത്. അങ്ങനെയാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറായത്. അതാണ് അൻവർ എന്ന ഫാക്ടർ. ഇപ്പോൾ ഒടുവിലെത്തി നിൽക്കുന്നത് അൻവർ ആദ്യം കളിച്ച കളി UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ താൻ തന്നെ പ്രഖ്യാപിക്കും. അദ്ദേഹം പ്രഖ്യാപിച്ചു. DCC പ്രസിഡന്റ് VS ജോയിയാണ് സ്ഥാനാർത്ഥി എങ്കിൽ സുരക്ഷിതമായിട്ട് ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറഞ്ഞാൽ VS ജോയി ആണെങ്കിലേ ജയിക്കൂ എന്ന് പറഞ്ഞാൽ VS ജോയി ആണെങ്കിലേ തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും പിന്തുണയുണ്ടാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന് വഴങ്ങിയാൽ അൻവറിന് വഴങ്ങിയതിന് തുല്യമാകും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം അൻവറിന് പണയം വെച്ചതിന് തുല്യമാകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വഴങ്ങാത്ത മട്ടാണ്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആവാതിരിക്കാനാണ് അൻവർ ഈ പറയുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന സൂചന എല്ലാ ഭാഗത്തു നിന്നും വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസ് കൂടാതെ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും UDF-ലെ പ്രമുഖമായ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗിൻ്റെ മനസ്സും പുറത്തു വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നതാണ് നല്ലത് എന്നൊരു നിലപാട് ലീഗിൻ്റെ പല നേതാക്കളും വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ നിലപാട് ഒരു കാരണവശാലും അൻവറിൻ്റെ തീരുമാനങ്ങൾ UDF ശ്രദ്ധിക്കേണ്ടതില്ല, അങ്ങനെ ചെവി കൊടുക്കാൻ മാത്രമൊന്നും അൻവർ ഇല്ല എന്ന് നിലമ്പൂരിലെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവ് രാജ്യസഭാംഗമായ PV അബ്ദുൽ വഹാബും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് ഇപ്പോൾ UDF-ൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട്, ലീഗിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞ് ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. ഒടുവിൽ മാത്രമല്ല അൻവറിന് തന്നെ പറയേണ്ടി വന്നു, UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഞാൻ പിന്തുണക്കും. പക്ഷേ ഒടുവിൽ അടുത്ത കണ്ടീഷനുമായി രംഗത്ത് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൻ്റെ കക്ഷിയെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ആയി ചേർക്കണം. അതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന് തുർപ്പിച്ചിട്ടതാണ്. അത് വെച്ചാണ് ഒടുവിലത്തെ കാടിറക്കിയുള്ള കളിയാണ്. പക്ഷേ അതും അൻവറിന് ആ കളിയിലും ജയിക്കാനാകുമെന്ന് തോന്നുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള തൻ്റേതു മാത്രമായ അജണ്ട പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് ബോധ്യമായി. അപ്പോഴാണ് രണ്ടാമത്തെ പ്ലാൻ B പുറത്തെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നതിന് മുമ്പ് ഈ UDF-ലേക്ക് തന്നെ തൻ്റെ ഘടകകക്ഷിയായി ചേർക്കണം. സാധ്യമല്ല എന്നും ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത ഒരു ചർച്ച ഈ 23-ാം തീയതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട്. അൻവർ പങ്കെടുക്കും, അൻവറിനെ വിളിച്ചിട്ടുണ്ട്. അവിടെ അന്തിമമായ തീരുമാനം ഉണ്ടാകുമായിരിക്കും. പക്ഷേ അറിഞ്ഞിടത്തോളം ഈ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി AICC
കേന്ദ്ര നേതൃത്വം ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനെ ഒരു കോൺഗ്രസ് മുന്നണിയിലെ ഘടകകക്ഷിയായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാടുകാരാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ ഒരു വലിയ ഒരു പ്രതീക്ഷയായി വന്നിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി പല സംസ്ഥാനങ്ങളിലും ഏറ്റുമുട്ടുകയും പല സംസ്ഥാനങ്ങളിലും എത്രയോ സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ തോൽവിക്ക് കാരണമാവുകയും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും BJPയെയും ഒരുപോലെ തോൽപ്പിച്ച് മുന്നേറുന്ന ഒരു ശക്തി നിലനിർത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് എവിടെയാണോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് അവിടെയൊക്കെ കോൺഗ്രസ്സാണ് അവരുടെ മുഖ്യ ശത്രു. അതുകൊണ്ട് ആ കോൺഗ്രസിൻ്റെ കൂടെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാവില്ല. അൻവറിൻ്റെ മുമ്പിൽ ഏറ്റവും ഒടുവിലത്തെ ഒരേ ഒരു വഴി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് PV അൻവർ എന്ന വ്യക്തിയെ, PV അൻവർ എന്ന മുൻ MLA അദ്ദേഹത്തെ വ്യക്തിപരമായി പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഞങ്ങൾ മുന്നണിയിലേക്കോ കോൺഗ്രസ്സിലേക്കോ എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം, പക്ഷേ ഒരു ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ സ്വീകരിക്കുകയില്ല. ഇതിപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് തീരുമാനമായി. അതുകൊണ്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരാകും എന്നും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും പുറമെ എന്താണ് എന്നെ പരിഗണിച്ചാൽ എന്ന് ചോദിച്ചുകൊണ്ട് വനിതയായ ഒരു KPCC സെക്രട്ടറിയും രംഗത്ത് വന്നിട്ടുണ്ട്. ആലിപ്പറ്റ ജമീല എന്നാണ് അവരുടെ പേര്. നിർഭാഗ്യവശാൽ തീർച്ചയായും അവർ പറയുന്നത് വളരെ ശരിയാണ്. രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ മൂന്നാമതൊരാളെ പരിഗണിച്ചൂടെ? അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ വനിതയെ പരിഗണിച്ചു എന്ന് വന്നൂടെ? വനിതയായാലും ജയിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറയാനുള്ളത് മറ്റൊരു വനിതയുടെയും പേരല്ല, സ്വന്തം പേരാണ്. എന്നെ സ്ഥാനാർത്ഥിയാക്കാൽ എന്താണ് എന്ന് ചോദിക്കാൻ, അതാണ് അതിൻ്റെ ഗതികേട്. ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കണം, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ വനിത മതി നിലമ്പൂരിൽ എന്ന് പറയാൻ മറ്റൊരാളില്ലാതെ പോയി എന്നതാണ്. ആലിപ്പറ്റ ജമീലയുടെ പേര് കൂടി കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് ആണുങ്ങളായൊരു നേതാക്കളും ഇല്ലാതെ പോയി എന്നതാണ് ആ കാര്യത്തിലുള്ള നമ്മുടെ സങ്കടം. എന്തായാലും ആലിപ്പറ്റ ജമീല അവരുടെ ഒരു പൂതി മാത്രമായി അത് അവസാനിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആര്യാടൻ ഷൗക്കത്തും VS ജോയിയുമാണ് ചിത്രത്തിലുള്ളത്. അക്കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായി എന്ന് നമുക്ക് കരുതാം. ഒടുവിലത്തെ ഒരു പ്രശ്നമുള്ളത് ആരാണ് ഇനി LDFൻ്റെ സ്ഥാനാർത്ഥി എന്നാണ്. LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിന് ഒരുപാട് സൂചനകളുണ്ട്. അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് പുറത്ത് നിന്ന്, മുന്നണിക്ക് പുറത്ത് നിന്ന് CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും നിലമ്പൂരിൽ വരേണ്ടത്. പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിന്ന് കുറേയേറെ വോട്ടുകളെങ്കിലും നേടാൻ പറ്റിയ സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരിപ്പോഴും പരതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് ആരെയെങ്കിലും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ആരെയെങ്കിലും കിട്ടിയേക്കുമോ എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോൾ അസ്ഥാനത്തായി. കലാരംഗത്ത് നിന്നോ കായിക രംഗത്ത് നിന്നോ ഒക്കെയുള്ള നേതാക്കന്മാരെ പലരെയും സമീപിച്ചു നോക്കി. അതൊന്നും നിലമ്പൂരിൽ കാര്യമായി സ്വീകാര്യമായിട്ടില്ല. ഒന്നുകിൽ നിലമ്പൂരിന് സ്വീകാര്യമായിട്ടില്ല, അല്ലെങ്കിൽ നിലമ്പൂരിൽ ചലനം ഉണ്ടാക്കാൻ പറ്റിയ അത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല. ഇനി അൻവറിനെ പോലെ ഏതെങ്കിലും ഇപ്പോൾ പുത്തൻ പണക്കാരായ വ്യാപാരികളോ NRIസോ ആരെങ്കിലും വരുമോ എന്ന ഒരു നോട്ടമുണ്ട് അവർക്ക്. പക്ഷേ അത് ആ അന്വേഷണം തുടരുന്നേ ഉള്ളൂ, അവസാനിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു UDF കാൻഡിഡേറ്റ്സ് വന്നാൽ ഉടനെ തീരുമാനം പ്രഖ്യാപിക്കുമായിരിക്കും. പക്ഷേ CPM ആ അർത്ഥത്തിലൊക്കെ വലിയ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരാൻ. കേൾക്കുന്ന പേരുകൾ, ആദ്യം ഞാൻ കേട്ട പേര് തീർച്ചയായിട്ടും ഈ സ്വതന്ത്രന്മാരെ ഒക്കെ അന്വേഷണം അവസാനിപ്പിച്ചിട്ട് ഏറ്റവും ഒടുവിലത്തെ വഴി തീർച്ചയായിട്ടും പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി ആവേശപൂർവ്വം ഒരു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നത്തിൽ കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സാധ്യത എന്നാണ്. അക്കാര്യത്തിൽ കേട്ടൊരു പേര് എടക്കരയിൽ ഷബീറിൻ്റെ പേരാണ്. DYFIയുടെ ജില്ലാ പ്രസിഡൻ്റാണ്, നേരത്തെ SFIയുടെ നേതാവായിരുന്നു. ഈ കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തകാലത്ത് ഷബീർ മാധ്യമങ്ങൾ നിറഞ്ഞു വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അന്ന് എല്ലാവരാലും പരക്കെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മനുഷ്യസ്നേഹിയും സേവന സന്നദ്ധനുമായ DYFIയുടെ യുവനേതാവ്, DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായ ഷബീറിനെ പരിഗണിക്കും എന്ന് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂട്ടത്തിൽ ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നല്ല പേരാണ് ഷബീറിൻ്റെ പേര് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ്. മറ്റു ചില പേരുകളും കൂട്ടത്തിൽ കേൾക്കുന്നുണ്ട്. നേരത്തെ പലതവണ മത്സരിച്ച പലരുടെയും പേരുകൾ, 2 തവണ മത്സരിച്ച ഒരു കോളേജ് അധ്യാപകൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും അന്തിമമായ തീരുമാനമായിട്ടില്ല. അതിനിടയിൽ പ്രധാനപ്പെട്ടൊരു ദൗത്യം ഈ CPMനകത്ത് നിന്ന് അറിയുന്നുണ്ട്. അത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ കണ്ടെത്തട്ടെ സ്ഥാനാർത്ഥി എന്നൊരു വെല്ലുവിളി വിജയരാഘവൻ്റെ മേൽ മലപ്പുറം ജില്ലയിലെ പാർട്ടി, നിലമ്പൂരിലെ പാർട്ടി
സീനിയറായ നേതാക്കന്മാരൊക്കെ ചേർന്ന് വിജയരാഘവൻ്റെ മേൽ നിലമ്പൂരിൽ ജയിപ്പിക്കാൻ ആവശ്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തട്ടെ. ആ പറയുന്നതിൻ്റെ പിന്നിൽ വിജയരാഘവൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ഭാരം ഏൽപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ചില പൂർവ്വകാല ചരിത്രമുണ്ട്. ഒന്ന്, PV അൻവറിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്, PV അൻവറിനെ പാർട്ടിക്ക് സ്വീകാര്യനാണ് എന്ന സന്ദേശം ആദ്യം പറഞ്ഞതും കൊടുത്തതും വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അന്ന് PV അൻവർ വന്ന കാലത്ത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ 2 പാർട്ടി മണ്ഡലങ്ങളുണ്ട്, നിലമ്പൂരും എടക്കര. ഈ 2 മണ്ഡലങ്ങൾക്കും സ്വീകാര്യനായിരുന്നില്ല PV അൻവർ. അങ്ങനെ അവരെ സ്വീകാര്യമാക്കിയെടുത്തത് പാർട്ടിയുടെ തീരുമാനമാണ് എന്ന മട്ടിൽ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവന്നത് വിജയരാഘവനാണ്. പിന്നീട് അൻവറിൻ്റെ ലീലാവിലാസങ്ങൾ കൊണ്ട് അൻവർ ഒരു തവണ കൂടി ആ മണ്ഡലം കൂടെ നിർത്തി എന്നത് ശരിയാണ്. പക്ഷേ വന്ന കാലത്ത് തീർച്ചയായിട്ടും വിജയരാഘവൻ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വലിയ തോതിൽ വിജയരാഘവനെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. വിജയരാഘവൻ്റെ സ്ഥാനാർത്ഥിയാണ് അൻവർ. അന്ന് പ്രമുഖനായൊരു നേതാവ് പറഞ്ഞു അത്രേ, ഇപ്പോഴും പ്രമുഖനായൊരു നേതാവ് പറഞ്ഞത്, അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ വയ്യാവേലി വേണ്ട, വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, ഇപ്പോൾ അനുഭവിച്ചില്ലേ എന്ന് അവിടുത്തെ പ്രമുഖരായ നേതാക്കളൊക്കെ, പാർട്ടിയുടെ പാരമ്പര്യമുള്ള നേതാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയരാഘവനല്ലേ കൊണ്ടുവന്നത്, ഇപ്പോൾ വിജയരാഘവൻ തന്നെ തീർക്കട്ടെ, അവൻ ഉണ്ടാക്കിയ വയ്യാവേലി തീർക്കട്ടെ. PV അൻവറിനെ തോൽപ്പിക്കാൻ, അൻവറിൻ്റെ സകല നീക്കങ്ങളെയും പരാജയപ്പെടുത്താൻ പറ്റിയ മറ്റൊരാളെ വിജയരാഘവൻ തന്നെ കണ്ടെത്തട്ടെ. വിജയരാഘവന് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലെ പാർട്ടിയിൽ ഇപ്പോൾ വലിയ സ്വാധീനമുണ്ട്. മലപ്പുറം ജില്ലാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വിജയരാഘവൻ്റെ നിർദ്ദേശങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നൊരു കമ്മിറ്റിയാണ് എന്നൊരു ആരോപണം പൊതുവെ നമ്മുടെ മാധ്യമ ലോകത്തുമുണ്ട്. പക്ഷേ വിജയരാഘവൻ ഒരു കാര്യം ശരിയാണ്, മലപ്പുറം ജില്ലയിലേക്ക് ഈ പുത്തൻ പണക്കാരായ സ്വതന്ത്രന്മാരെ കൊണ്ടുവരുന്നതിൽ അത് വിജയരാഘവൻ്റെ വഴിയാണ്. അത് ഇവിടെ മാത്രമല്ല, നിലമ്പൂരിൽ അൻവറിനെ കൊണ്ടുവന്നത് മാത്രമല്ല, ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വേണമെങ്കിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ CPM-ന് തന്നെ, ഇടതുപക്ഷത്തിന് തന്നെ ഒറ്റയ്ക്ക് ജയിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള, പലപ്പോഴും ശശികുമാറിനെയൊക്കെ നിർത്തി ജയിച്ചിട്ടുള്ള പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഒരു പുത്തൻ പണക്കാരനായ മുഹമ്മദ് മുസ്തഫയെ കൊണ്ടുവന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർത്തുകയും ആ മണ്ഡലത്തിലെ അതിശക്തമായ പ്രതിഷേധം കൊണ്ട് പാർട്ടി സഖാക്കൾ തന്നെ, ഇടതുപക്ഷക്കാർ തന്നെ തോൽപ്പിച്ച് അവിടെ ഒരു കാരണവശാലും ഒരു ഭാഗ്യാന്വേഷണത്തിന് വന്നു ചേർന്ന ഈ നജീബ് കാന്തപുരത്തിന് MLA ആവാൻ അവസരം ഉണ്ടാക്കിയതുമൊക്കെ തീർച്ചയായിട്ടും ഈ വിജയരാഘവൻ്റെ വഴിവിട്ട നീക്കങ്ങളാണ്. അതിൻ്റെ പേരിലുള്ള ആരോപണങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കേണ്ട. തീർച്ചയായിട്ടും വിജയരാഘവൻ്റെ തീരുമാനമായിരുന്നു അന്തിമം എന്നത് വ്യക്തമാണ്. അതുപോലുള്ള നീക്കങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പോൾ കൊണ്ടോട്ടിയിൽ സുലൈമാൻ ഹാജിയെ കൊണ്ടുവന്ന അദ്ദേഹമാണ്, എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹമാണ് അതിന് അനുമതി കൊടുത്തത്. അതൊക്കെ തന്നെ അവിടെ നിലവിലുള്ള ഇടതുപക്ഷ ബേസിന് തകർത്തിട്ടേ ഉള്ളൂ. എല്ലായിടത്തും അത്തരം നാശങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിനേക്കാൾ ഏറെ ഒരു വലിയ ദുഷ്പേര് അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. കൊള്ളാവുന്ന സത്യസന്ധരായ ബിസിനസ്സുകാർ സ്വതന്ത്രന്മാരായിട്ട് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത സ്വതന്ത്രന്മാരെ, പ്രത്യേകിച്ച് മഞ്ഞളാംകുഴി അലി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള സ്വതന്ത്രന്മാരെ പാർട്ടിയിൽ നിന്ന് കുത്തി പുറത്താക്കിയതും പറഞ്ഞയച്ചതും ഒക്കെ വിജയരാഘവൻ തന്നെയാണ് എന്ന ആക്ഷേപമുണ്ട്. അതുകൊണ്ട് കൊള്ളാവുന്ന സ്വതന്ത്രന്മാരെ പുറത്താക്കിയതും കൊള്ളരുതാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആവശ്യത്തിലേറെ ദുഷ്പേരും കയ്യിരിപ്പുമുള്ള ഈ സ്വതന്ത്രന്മാരെ കൊണ്ടുവന്ന് പാർട്ടിക്ക് ഭാരമുണ്ടാക്കിയതും, പാർട്ടിക്ക് നഷ്ടമുണ്ടാക്കിയതും പാർട്ടിക്ക് ഭാരമുണ്ടാക്കിയതുമായ പാരമ്പര്യം വിജയരാഘവൻ്റേതായതുകൊണ്ട് വിജയരാഘവൻ്റെ തീരുമാനമാണ് അന്തിമമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയരാഘവൻ തന്നെ ഈ പ്രതിസന്ധിക്ക് വഴി കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയ ഭാരമായി വിജയരാഘവൻ ഏറ്റെടുത്തേ തീരൂ. ഈ സമയത്ത് വിജയരാഘവൻ അത് ഏറ്റെടുക്കാനാണ് സാധ്യത. വെല്ലുവിളി അദ്ദേഹം എങ്ങനെയാണ് മുറിച്ചു കടക്കുക എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ വയ്യ. ചില്ലറയല്ല, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്തനായ നേതാവാണ്. വിജയരാഘവൻ അതിന് വഴി കണ്ടെത്തുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്നത്തേക്ക് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.